എന്തുവാടാ കാണിക്കുന്നു? ഇതെന്തുവാടാ? മറ്റേ ഇറച്ചിക്കടയിൽ കോഴിയെ മറ്റേ കഴുത്തി കെട്ടി തൂക്കിയിട്ട് ഏതിന്? നാടൻ കോഴി തൊലി ഉരിക്കാതെ പിന്നെ എടുക്കാൻ വേണ്ടിട്ട് അമ്മരെ കൊല്ലാൻ വേണ്ടിട്ട് കഴുത്തില് ചാക്കൂലും കെട്ടിയെടുത്തിങ്ങോട്ട് അതുപോലെ കിടക്കണം, തൂക്കിയിട്ടതുപോലെ കിടക്കണം കോഴിയെ അറക്കാൻ വേണ്ടിട്ട്. എന്തുവാടേ കാണിക്കുന്നത്? കാണാം. ഇതെന്തുവാ ഇത് കോലം? കൂട്ടനസ്സായിരിക്കും. കൂട്ടനസ് ഓവർലോഡഡ്. കൂട്ടനസ് വാരി അറിയാണ്. ആരും ഒന്നും പറയണ്ടാ. നിങ്ങൾ എനിക്ക് അയച്ചിരുന്നു, ഞാൻ വീണ്ടും റിയാക്ട് ചെയ്തു. വല്ലാത്ത അവസ്ഥയാ. ആ മാനസികാവസ്ഥകളിലൂടെ കടന്നു പോയാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തു. അയച്ചോളൂ, ഞാൻ വീണ്ടും ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ വിശേഷം വീണ്ടും ഒരു റണാസുന വീഡിയോ ആണ്. രാവിലെ ഒരു സംഭവം കടന്നു കറങ്ങുന്നുണ്ടായിരുന്നു, ഒരു കണക്കിന്റെ കേസ്. അതായത് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് രേണു പറയുന്നു 10,75,000 രൂപയ്ക്കകത്തേ കിട്ടിയുള്ളൂ. എന്നാൽ സഹി ഇത് മറ്റേ മൂട് താങ്ങി കൂട്ടുകാരി പറയുന്നു 1 പുറത്ത് കിട്ടിയെന്ന്. അപ്പൊ നമുക്ക് അതൊന്നൊന്ന് ക്ലാരിറ്റി ഉണ്ടേ, ക്ലാരിഫിക്കേഷൻ നൽകണ്ടേ? ഞാനിപ്പോ നൽകി തരാം. എന്തായാലും റണാസുന, നിന്റെ പറച്ചിൽ ഇന്ന് തന്നെ തുടങ്ങാം. പ്രായപൂർത്തിയാവാത്തൊരു പയ്യന് ബൈക്ക് എടുത്തു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിന്റെ സഹോദരിയുടെ ചേട്ടന്റെ പേരിൽ ബൈക്ക് എടുത്ത്. അപ്പൊ അതാരെ ബൈക്ക്? നിന്റെ സഹോദരിയുടെ ചേട്ടന്റെ ബൈക്ക്, അല്ലാതെ കിച്ചുവിന്റെ ബൈക്ക് അല്ല. ഇപ്പോൾ ആ ബൈക്ക് എവിടെ? ആ ബൈക്ക് ആര് ഉപയോഗിക്കുന്നു? ആ ബൈക്ക് ആരുടെ കയ്യിലാണ്? എന്താണ് ഇപ്പോഴത്തെ നിലവിലത്തെ സ്റ്റാറ്റസ്? അതുകൊണ്ട് മൊത്തം വശപ്പശകാണ് മക്കളെ. ഉള്ള കാര്യം പറയാം. എന്തായാലും നീ പൊടിപ്പന്തുങ്ങളിലോട്ട് പൊടിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് അതിനെ കാപ്പിച്ചിട്ടും പൂപ്പിച്ചിട്ടും ഒക്കെ പോയാൽ മതി. സാധ്യതയില്ല, അതില്ല പറയാൻ പറ്റത്തില്ല. പിന്നെ നിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വന്ന് നോക്കാൻ പറയുമ്പോൾ നമുക്ക് അതല്ലേ പണി. അത് മാത്രമല്ല, വേറെ ഇല്ലാത്തവളെ നമ്മൾ വന്നാൽ നിന്റെ സ്റ്റേറ്റ്മെന്റ് തരത്തില്ല. അത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അതല്ല മെയിൻ. ഇപ്പൊ വേറെ മെയിൻ ഒരിക്കലും അല്ല, ഒരു കോടികൾ വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നേ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്താ പറയാ, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നെന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് ഓക്കെ, നമ്മുടെ രണാസുന പറയുന്നത് 75,000 രൂപയാണ് കറക്റ്റ് വന്നത്. 87,000, 97,000, 105,000. അപ്പൊ 30,000 എന്റെ മറ്റുള്ള കൂട്ടി പറഞ്ഞു. അതിലോട്ട് വരാം. അപ്പൊ 75,000 രൂപ ആണ് കറക്റ്റായിട്ട് അക്കൗണ്ടിൽ വന്നതെന്നാണ് രണാസുന പറയുന്നത്. കേട്ടല്ലോ, മറക്കരുത്. രേണുവിന്റെ മൂട് താങ്ങികളെ മറക്കരുത്. 29 രൂപ തോന്നുന്നതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു. ഒരു മഞ്ഞ കളറുള്ള ഒരു ബൈക്ക്. ഞാനും ഞങ്ങളെല്ലാരും കൂടി ചെന്നാണ് കിച്ചന് മേടിച്ചു കൊടുത്തത്. കിച്ചന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങൾ ആരും എടുത്ത് മുക്കിയിട്ടോ ഇല്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ എന്താ പറയേണ്ടത്? ഇതൊക്കെ വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം. ചിലവർക്ക് തെറ്റിദ്ധാരണ കാണും, ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവട്ടെ. എന്തായാലും നീ ഇന്ന കാരണത്താൽ ആണ് മറ്റവന്റെ പേരിൽ ബൈക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതിൽ 75,000, 65,000, 69,000 രൂപ എങ്ങാണ്ട് എടുത്ത് കിച്ചുവിന് ബൈക്ക് എടുത്ത് കൊടുത്തു നിന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ പേരിൽ. അപ്പൊ അത് ഫൈനലി അത് ആരെ ബൈക്കാ? നിന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ബൈക്ക്. 18 വയസ്സ് പോലും തികയാത്തവന് ബൈക്ക് ഓടിക്കാൻ കൊടുത്തതിന്റെ പേരിൽ ഇവളെ പേരിലും കുടുംബത്തിന്റെ പേരിലും കേസെടുക്കണം. സത്യം, അത് വേറൊരു സത്യം. അത് അവള് തന്നെ കറക്റ്റായിട്ട് തെളിവ് സഹിതം കൊണ്ട് വെച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഇവളുടെ കൂട്ടുകാരി പറയുന്ന നമുക്കൊന്ന് കേൾക്കാം. ബാ ശശിനെ, സുഖമല്ലേ? കുറെ ദിവസമായി. അന്ന് എന്നെ വിളിച്ച് അവസാനം വെച്ചത് തന്നെ, പിന്നെ കാണാനില്ല, ഒരു അറിവില്ല. പറ. എന്തോ പിന്നെ പറഞ്ഞത് സുചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഒരുപാട് ഫണ്ട് വന്ന് മറിഞ്ഞ് കിച്ചൂരൊന്നും കൊടുത്തില്ലെന്ന്. 1 ലക്ഷത്തി എത്ര രൂപ അങ്ങനെ കറക്റ്റായിട്ട് ഒരു 4-5 ദിവസം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഫുൾ ഡീറ്റെയിൽസും തെളിവ് സഹിതം. കേട്ടല്ലോ, 1 ലക്ഷത്തി എത്ര രൂപ? അവള് പറയുന്നത് 75,000, അവള് പറയുന്നത് 1 ലക്ഷത്തി എത്രയായിരുന്നു. ഇതിലേതിനെ നമ്മൾ വിശ്വസിക്കേണ്ട. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് 4-5 ദിവസത്തിനകത്ത് തെളിവ് സഹിതം വിട്ടുതരുമെന്നാണ് സജിന് ചേച്ചി പറഞ്ഞു. പിന്നെ ഞാൻ 4-5 ദിവസം വെയിറ്റ് ചെയ്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചും കണ്ണിൽ പുണ്ണാക്കിട്ടൊക്കെ ഇരുന്ന് ഒരു തെളിവും കണ്ടില്ല. എന്ത് തേങ്ങ എന്താ നീയൊക്കെ പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അതാണ് നിൽക്കേണ്ടത്. എന്തായാലും നീ പറഞ്ഞത് 1 ലക്ഷത്തിന് മേളിലും അവള് പറയുന്നത് 75,000. ഇതെല്ലാം കൂടി ഏതടെ കണക്ക്? ഇത് നീ പറയുന്ന വിശ്വസിക്കുന്ന, അവള് പറയുന്ന വിശ്വസിക്കും. ഒന്നീ നീ കള്ളി, അല്ലെങ്കിൽ അവള് കള്ളി. നിങ്ങൾ പറ, നിങ്ങൾ ആരാണ് കള്ളി? നിങ്ങൾ എന്നെ പറഞ്ഞാൽ മതി.
അപ്പോൾ ചോദിക്കും പേഴ്സണലി വിളിച്ച് ചോദിച്ചാൽ പറയുന്നില്ല. ഇത് നാട്ടുകാരറിയണം, ഇത് നാട്ടുകാരറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം നീക്ക് ഏതാണ് കള്ളിയെന്ന് നിങ്ങൾ ഇതിന് ആദ്യം ഒന്ന് ഒരു കോംപ്രമൈസിലെത്തി, നിങ്ങൾ ഒരു പരസ്പരം സംസാരിച്ചിട്ട് നിങ്ങൾ ആര് കള്ളിയാണെന്നൊന്ന് തീരുമാനിക്കും കേട്ടോ. ഡീസൊക്കെ അവള് പറയണ 75, ഇവള് പറയണ 1,00,000 മേളിലാണ്, തെളിവ് സഹിതം ഉണ്ടെന്ന്. കൊച്ചു കള്ളിമാര് മുന്നിൽ വരാനായിട്ട്. പിന്നെ 1,00,000 എത്ര രൂപ കിട്ടി? അതില് 80,000 രൂപ മരിച്ച 2-3 അന്ന് 80,000 രൂപ മുടക്കിയാണ് കിച്ചുവിന് ഒരു ബൈക്ക് എടുത്തു കൊടുത്തത്. നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടേ. അവള് പറയണ മൊത്തം 75,000 കിട്ടിയെന്ന്, അതിൽ 65,000 ബൈക്ക് എടുത്തു കൊടുത്തെന്ന്. നീ പറയണ ഒന്നിന് പുറത്ത് കിട്ടിയെന്ന്, അതിൽ 80,000 രൂപയ്ക്ക് കൃത്യം 80,000 രൂപയ്ക്ക് ബൈക്ക് എടുത്തു കൊടുത്തെന്ന്. என்னடா எங்கேயோ சீஞ்சு நாறுதே, என்னடா பண்ணி பண்ணி வச்சிருக்கே, என்ன தெரியாது. എന്തെങ്കിലും ആവട്ടെ പറ. ആ കിട്ടിയ പൈസക്കകത്തുനിന്ന് കിച്ചുവിന് ബൈക്ക് എടുത്തു കൊടുത്തു. അത് കിച്ചു ചെറുതായതുകൊണ്ട് പിന്നെ ആരുടെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ പേർക്കാണ് വണ്ടി എടുത്ത് കിച്ചുവിന് കൊടുത്തത്. മനസ്സിലായ? എല്ലാം മനസ്സിലായി. രേണുവിന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ പേരിൽ വണ്ടി കൊടുത്തിട്ട് ആ വയസ്സാവാത്ത പയ്യന് വണ്ടി കൊടുത്തിരിക്കുകയാണ്, ബൈക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതില് കണക്കാണ് വിഷയം. നീ പറയുന്നത് 80,000 ബൈക്ക് എടുത്തു കൊടുത്തു, 1,00,000 പുറത്ത് കിട്ടിയെന്ന്. അവള് പറയുന്നത് 75,000 മൊത്തം കിട്ടിയതിൽ 65,000 എന്തോ ബൈക്ക് എടുത്തു കൊടുത്തു അവള് പറയുന്നു. ഇല്ലേ അതെ ചോദിക്കണ്ടേ. എന്തായാലും എല്ലാം ഉടായ്പകളാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. കൂട്ടത്തിൽ പിന്നെ ഇരിക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവളുമാരുടെയൊക്കെ ഗുണങ്ങൾ. മനസ്സിലായ? വേറെ ഒന്നുമല്ല, കള്ളത്തനങ്ങൾ പറഞ്ഞു കിടന്നങ്ങ് ഉരുളും. എന്നിട്ട് പറയുന്നത് വലിയ സത്യം പോലെയാണ് പറയുന്നത്. പിന്നെ വേറെ കുറെ പേര് എനിക്ക് ഈ താത്തയുടെ ഒക്കെ വീഡിയോ അയച്ചു തന്നിട്ട് അതിൽ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് ഇമാതിരി അയ്യോ അത് എന്ത് പറയാനാ, അമ്മാതിരി തീട്ട കേസായിപ്പോയി. ഉള്ള കാര്യം പറയാം. അതൊക്കെ എടുത്ത് വെച്ചിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ നിലവാരം തന്നെ ഇല്ലാതാക്കിക്കളെ. പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത്രയും തരം താഴ്ന്നിട്ട് നമുക്ക് പോകണം ഇറങ്ങണം എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും. അല്ലാതെ ഇപ്പൊ വൈകിടെ അവർ തമ്മിൽ അടിക്കട്ടെ, നമ്മൾ ബാക്കി ഇരുന്ന് ഗാലറിയിൽ നിന്ന് കണ്ടോണ്ടിരുന്നാൽ മതി. നമുക്ക് ഇതുപോലെ കോമഡി ഒക്കെ കണ്ട് ചിരിച്ച് കളിച്ച് ചെറിയ രീതിയിലൊക്കെ എക്സ്പോസ് ഒക്കെ ചെയ്ത് പോവാം. നമുക്ക് നല്ലൊരു പോയിന്റ് എവിടെയെങ്കിലും സംഭവം വരട്ടെ. ഇപ്പോൾ ഈ താത്തയൊക്കെ വന്നിരുന്ന് പറയുന്ന ഒരു തെളിവും വെച്ചിട്ടല്ല പറയുന്നത്. എന്തോ അവരങ്ങ് വന്നെന്ന് പറയുന്നു, മറ്റേ കടത്ത്, സ്വർണ്ണ കടത്ത്, ലഹരി കടത്ത്, മറ്റത് കടത്തെന്നൊക്കെ അവർ വന്നിരുന്ന് പറയുന്നുണ്ട്. അതിനൊന്നും ഒരു തെളിവില്ല. തെളിവില്ലാതെ അവരുടെ വായ്ത്താളം മാത്രം കേട്ടും കൊണ്ട് എടുത്ത് വെച്ച് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനത് ചെയ്യത്തില്ല. ഞാൻ രേണുവിനെ കുറിച്ചൊക്കെ മുന്നേ പല വീഡിയോസും ചെയ്തിട്ടുള്ളപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ തെളിവുണ്ട്. തെളിവ് വെച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ വാ കൊണ്ട് പറയുന്നത്. പക്ഷെ ഇവരെന്ത് അടിസ്ഥാനത്തിൽ പറയുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. ചുമ്മാ എന്തൊക്കെയാ അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ചെളി വരെ അടിക്കുന്നുണ്ട്. അതിന്റെ ഇത് ആഫ്റ്റർ എഫക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തെളിവില്ലാതെ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണോ അല്ലേ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എനിക്ക് ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഷെണേന്റെ പുതിയൊരു വീഡിയോ കാണാം. ഇതിൽ കുറെ പേര് പറയുന്നുണ്ട് ഇവളെ റാണോ സുധി എന്നൊന്നും വിളിക്കണ്ട, രേഷ്മ തങ്കച്ചൻ, തങ്കം ചേട്ടന്റെ പേര് വെച്ച് എന്നെ വിളിക്കാം. രേഷ്മ തങ്കച്ചൻ കാണിക്കൂ. ഇവളെന്താ കുട്ടി നിക്കറക്കി എടി നിനക്കൊരു പാന്റ് വാങ്ങിച്ചിട്ടൂടെ? ഇത് എന്ത് കോഴിക്കാല് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? എന്റെ കാലും ചുള്ളിക്കാലാണ്, സത്യം ഉള്ള കാര്യം പറയാം. ഒരുമാതിരി ഇങ്ങനെ മറ്റേ നിക്കറെടുത്ത് മേളിൽ കയറ്റിയതുപോലെ ഇമാതിരി പാവാട കിട്ടുന്നെന്ന് കോമഡി പീസ് ആയിട്ടിരിക്കണ്ടേ? ഉള്ള കാര്യം പറയാം. ബോഡി ഷേമിംഗ് ഒന്നുമില്ല. ഇതെന്തുവാ വയസ്സ് 10-40 അതിനുള്ള വിഷമെങ്കിലും ധരിച്ച് നടന്നൂടെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സദാചാരമായി ഡ്രസ്സിങ്ങിനെ കുറ്റം പറഞ്ഞ് ഇവിടെ ചേരുന്നതൊക്കെ ചേരുംപടി ചേർത്ത് വയ്യടെ. ഇതെന്തോന്നത്? സത്യമാണ്. അപ്പോഴാണ് പിന്നെ അവൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിൽ പോയപ്പോൾ നെഗറ്റീവ് ഒരു കാര്യങ്ങളൊക്കെ നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി, എന്താ പറയാ, നമ്മളെപ്പോഴും അങ്ങനെ ആ സമയത്തെ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്കൊരു തേങ്ങയും മനസ്സിലായില്ല. ഇവളുമാരെല്ലാം ഫ്രോഡുകളാണ്, എല്ലാം ഉടായ്പകളാണ്, എല്ലാം തീട്ട കേസുകളാണ്. അപ്പൊ ചോദിക്കും എന്തിനാടാ ഇതൊക്കെ എടുത്ത് വെച്ച് റിവ്യൂ ചെയ്യുന്നത്? ഒരു രസം. ഇമാതിരി ഒരു കോമഡി വളിപ്പുകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ചു പോവാം. ഈ റിലവന്റ് സംഭവം വരുമ്പോൾ നമുക്ക് സംസാരിക്കും. ഇപ്പൊ കിച്ചു എക്സ്പ്ലനേഷൻ ഇട്ട് എക്സ്പോസ് ചെയ്തുള്ള തനിക്കോണം അതുപോലത്തെ ടോപ്പിക് വരുമ്പോൾ നമുക്ക് ആ സീരിയസ് മാറ്റർ ആയിട്ട് തന്നെ സംസാരിക്കണം. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കേണ്ട കേസുള്ളൂ. ഇമാതിരി എന്ത് പറഞ്ഞാലും നീ ആരുടെ ആര്. പിന്നെ കുറച്ചൊക്കെ പേര് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവളോട് എന്തോ അലിവ് തോന്നിയെന്ന്. ഈ ഇതിനോടൊക്കെ അലിവ? അയ്യേ എനക്കാളും ജാസിയ. നിങ്ങൾ ആരുടെ 2020 മോഹൻലാൽ മമ്മൂട്ടി? 2020 നരസിംഹത്തിലെ മോഹൻലാൽ മമ്മൂട്ടിയാ? അവക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ വരും. മാരാർ നന്ദഗോപാൽ മാരാർ വരുന്നത് പോലെ ജാസി വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് ലാലേട്ടൻ പോകുന്നത് പോലെ പോയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരെ കലക്കും കേട്ടോ. പരസ്പരം ഇറങ്ങി തള്ളു തന്നെ.
നല്ല ഫ്രണ്ട്സാണ്. ഞാൻ കണ്ടില്ല, ഞാനും തിരക്കായിരുന്നു, അവരും തിരക്കായിരുന്നു. നിങ്ങൾക്ക് തിരക്കില്ലാത്ത സമയമൊന്നുമില്ലേ? നിങ്ങൾ എല്ലാവരും എപ്പോഴും തിരക്കിലാണ്. ഇതെന്താണ് ഇത്ര മാത്രം തിരക്കില്? ഒടുക്കത്തെ തിരക്ക്. മെസ്സേജ് അയക്കാറുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നു. അല്ല നടക്കുവോ? എന്തേലൊക്കെ എങ്ങനെ നടക്കട്ടെ. പുതിയ ഏതോ ഒരു അപരാധം ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം. എന്നല്ലോ വനമാല എന്താ റോഡിൽ കൂടി തോർത്തൊക്കെ ഇട്ട് മൂടിക്കൊണ്ട് ഓടണയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഐസ്ക്രീം തിന്നോണ്ടിരിക്കാണ് കൊച്ചു കള്ളി. അയ്യേ ക്യൂട്ട്നെസ് കുഞ്ചു അമ്മയ്ക്ക് 5 മക്കളാണ്. 5-ാം മനോമന കുഞ്ചുവാണ്. പഞ്ചാര വിറ്റ് നടന്ന് കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന പേര് വന്ന് ആ കുഞ്ചുവാണ് ഈ കുഞ്ചു. ഓ ഞാൻ സീരിയസിൽ ഒരു കാര്യം പറയട്ടെ. എനിക്കിപ്പോ ഇവളെ കാണുമ്പോൾ ചിരി വരണം. എന്തെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് ചിരി വരണം. ഞാൻ ഇവളെ വീഡിയോ കാണുമ്പോഴേ എനിക്ക് ചിരി വരും. ചിരിക്കാണ്ട് എന്ത് ചെയ്യേ? പട്ടി വരയ്ക്കണേ. മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവളെ വീഡിയോ ചെയ്യുമ്പോൾ പട്ടി വരയ്ക്കും. പട്ടി വരയ്ക്കും. ഇതേവനാ പുതിയ അവരാതി. അതെ അടുത്ത പോരാളി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ നിന്നെ പോലെ ഒരു പോരാളി വേറെ ഇല്ല. അവിടെ മാറ്റിയിട്ട് മാറ്റിക്കോ. തായിട്ടോ. ഇത് മൊത്തം തിന്നാ കൊറേ ഉണ്ടല്ലോ ഇത്. അടുത്ത അവരാധം തുടങ്ങി. ദാസപ്പായി കുണുങ്ങി ദാസേട്ടൻ കൊടുത്തതിന്റെ പകുതിയുടെ പകുതി എനിക്കുള്ളൂ ഇപ്പൊ. അത് പക്ഷെ അത് വാ അയ്യോ ഇവിടെ കെട്ടിക്കൊണ്ട് പോടാ. കുണുങ്ങി എന്ത് കോപ്പിലെ ആൽബങ്ങളാ. അയ്യോ 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 റിഫ്രഷിങ് ആയിരിക്കും ഉപയോഗിക്കണേ. ഉദ്ദേശിക്കുന്നത് റിഫ്രഷിങ്. ഇതാരെ ഒടിയല്ലോട്ട് പോകും. ഇത് പണ്ട് ഒരിക്കൽ അത് വേണ്ട, അല്ലെങ്കിൽ അത് പറയണ്ട, അത് പറഞ്ഞാൽ ശരിയാവില്ല. ഇതെന്തോന്നടേ നോക്കട്ട്.
നിനക്കൊരു ചെടി ഇട്ടൂടാ. കൂടുതലൊന്നും പറയാനില്ല, ഇതൊക്കെ മൊട്ടം കോമഡികളാണ്, അല്ലാണ്ട് എന്ത് പറയാൻ. ഓക്കെ, ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച് വേറെ ഒന്നുമില്ല. എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം, ഈ പൈസയുടെ കണക്ക് പറയുന്ന കാര്യം. അതായത് ഇവള് പറയുന്നു ഇങ്ങനെയാണ്, എങ്ങനെ 75,000, മറ്റേ ഇവളെ കൂട്ടുകാരി എന്ന് പറയുന്നു 1,00,000 മേളെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇവളുമാർ രണ്ടും പറഞ്ഞ കള്ളക്കണക്കാണ്. ഇത് മിക്കവാറും നല്ല പൈസ, നല്ല ലക്ഷങ്ങൾ എമൗണ്ട് കിട്ടിക്കാണ്. ഓക്കെ, ഇവിടെ കിട്ടിയെങ്കിൽ കിട്ടി, കള്ളം പറയുന്ന എന്തിന്? എന്നിട്ട് അതില് 3/4 പങ്കും എടുത്ത് കിച്ചുവിന് ബൈക്ക് വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ അവന്റെ തലയിൽ അടിച്ചു വെക്കുന്ന എന്തിന്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അവന് ബൈക്ക് വാങ്ങി കൊടുത്താൽ പൈസ തീർന്നു. അതായത് കിച്ചുവിന് വേണ്ടിയിട്ട് അതങ്ങ് ചെലവാക്കി എന്നുള്ള സംഭവമാണ് ഇവർ വരുത്തി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? കാര്യം പിടിയിട്ട് കാണുമല്ലോ. അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അല്ല വേറെ ഒന്നുമില്ല. എല്ലാം കിച്ചുവിന് വേണ്ടി അവർ ചെലവാക്കി, ബാക്കി പൈസ ഉണ്ടായിരുന്ന അത് അരി മണ്ണെണ്ണ വാങ്ങി എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആന കാര്യമായിട്ട് വന്നെടുത്ത് വയ്ക്കേണ്ട. എനിക്കിത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി, പലരും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സജിന പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാൻ അല്ലെങ്കിൽ രാവിലെ തന്നെ അതും കൂടി കയറ്റി അടിച്ച് അണ്ണാക്കി തന്ന് വിടുമായിരുന്നു. എന്തായാലും ഇത് അറിയണമല്ലോ, ആൾക്കാർ അറിയണമല്ലോ. ഇവിടെയൊക്കെ മൂട് താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറെ അന്തങ്ങളുണ്ട്. പണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന കുറെ അന്തം ഫാനുകളെ പോലെ ഇവിടെയൊക്കെ മൂട് താങ്ങി നടക്കുന്ന കുറെ അന്തങ്ങളുണ്ട്. അവർക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ, അവർക്കൊക്കെ തിരിച്ചറിവാകട്ടെ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറ. ഞാനിത് സീരിയസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ, വീഡിയോ ചെയ്യും, വേറെ ഒന്നുമില്ല, കോമഡി പീസായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ആ രീതിയിലേ ഞാൻ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിന് പുറമെ എന്തെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അല്ലാണ്ട് മറ്റേ താത്ത വന്നിരുന്ന് പറയുന്ന പോലെ പൂരത്തെറി വിളിച്ചിട്ട് മറ്റേ ലഹരി അത് ഇത് കടത്ത്, ഇതിനൊന്നും ബേസിക്കലി ഒരു തെളിവുമില്ല. ഇവർ ചുമ്മാ വാഗൊണ്ട് പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർ പറയട്ടെ, അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് വാഗൊണ്ട് നമുക്കിപ്പോൾ ഒരാളെ ഇന്റൻഷ്യലി തകർത്ത് താഴെയിട്ട് നശിപ്പിക്കാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ നശിച്ച് നാറാണത്തായി കിടക്കുന്ന ഈ ടീംസ് ഉണ്ടല്ലോ, രേണു ആയാലും ഫാമിലി ആയാലും, അതൊക്കെ വെറും തീട്ട കേസുകളാണ്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇവരെന്തെങ്കിലും തന്തയില്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞാൽ ഞാനയാൾ എക്സ്പോസ് ചെയ്യില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യ. കാരണം എനിക്ക് ഈ ടോപ്പിക് മാത്രം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ല, വേറെ ടോപ്പിക്കുകൾ ചെയ്യണം. വേറെ ടോപ്പിക്കുകൾ വേറെ പലരും ഒക്കെ അയച്ചു തരുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ മുഴുകിപ്പോകുന്നു. ഓക്കെ, ഇനി വേറെ ടോപ്പിക്കുകളൊക്കെ ചെയ്യണം, നിങ്ങൾ വേറെ ടോപ്പിക്കുകളൊക്കെ കാണണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.